നമ്മുടെ ലോക്സഭയിൽ ശപഥം ചെയ്തു വന്ന ഒരു പുതിയ പാഞ്ചാലിയുണ്ട്, ഒരു പുതിയ ദ്രൗപദിയുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രസംഗം നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ, മൂന്നാം സർക്കാരിനെതിരെ ചെയ്ത ഏറ്റവും ശക്തമായ പ്രസംഗമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗം പ്രതിപക്ഷ നേതാവ് നിലയിലുള്ളതിനേക്കാൾ ഒരു പടി മികച്ചു നിൽക്കുന്ന വളരെ വൈകാരികമായ എന്നാൽ ടു ദ പോയിന്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ പ്രസംഗമാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് എം പി പാർലമെന്റിൽ ചെയ്തത്. BJP ബെഞ്ചുകൾ, ട്രഷറി ബെഞ്ചുകൾ, നരേന്ദ്രമോദി ഉൾപ്പെടെ ഞെട്ടിപ്പോയി. അവർ ചെയ്ത പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. അത് നമ്മൾ കണ്ടു നോക്കുക. അപ്പോൾ ഒരു പുതിയ പാഞ്ചാലി, ഒരു പുതിയ ദ്രൗപദി പാർലമെന്റിൽ വന്നു. എങ്ങനെ അവർ ദ്രൗപദിയായി, പാഞ്ചാലിയായി? കഴിഞ്ഞ ലോക്സഭയിൽ, 17ാം ലോക്സഭയിൽ, ഇപ്പം 18ാം ലോക്സഭയാണ് ഇപ്പം തുടങ്ങിയത്, പുതിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. 17ാം ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകയായിരുന്നു മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് എം പി. അവരെ ഒതുക്കി കെട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമുക്ക്. അവർക്കെതിരെ കള്ളക്കേസുണ്ടാക്കി. മോദിയെ വിമർശിക്കുന്നവർക്ക് എതിരെ എല്ലാം കള്ളക്കേസുണ്ടാവും. കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പോയി ജയിലിൽ കിടക്കുന്നു. ഒരു തെളിവും ഇന്നുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കള്ളക്കേസ്, മദ്യ നയ അഴിമതി കേസ്. ഒരു പൈസ ഇങ്ങോട്ടും പോയാൽ ഒരു തെളിവ് ഇതുവരെ EDക്കോ CBIക്കോ കണ്ടെത്താൻ പറ്റാത്ത കേസ്. പക്ഷെ ജയിലിൽ പോയി കിടക്കുക. അത് ഒരു മാരക നിയമം, കള്ളപ്പണം തടയൽ നിയമം ഉണ്ടാക്കിയിട്ട് ഇവരെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. അതേപോലെ മോദിയെ ചോദ്യം ചെയ്യുന്ന ആരോടും BJPയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും കാട്ടിക്കൂട്ടിയതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി, ലോക്സഭാംഗത്വം റദ്ദാക്കി. എന്താ കാര്യം? അവർ പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ചിലത് കാശ് വാങ്ങി, പണം വാങ്ങി ചോദിച്ചു എന്ന് പറഞ്ഞ് ഇതേപോലെ വ്യാജ കേസുണ്ടാക്കി, കള്ളക്കേസുണ്ടാക്കിയിട്ട് BJPയുടെ മൃഗീയ ഭൂരിപക്ഷം വെച്ചിട്ട് കഴിഞ്ഞ പാർലമെന്റിൽ നിന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കി. ഒരു സ്ത്രീയോട്, നാരീശക്തിയെപ്പറ്റി 101 തവണ പറയുന്ന ഈ BJP സർക്കാർ ഈ സ്ത്രീയോട്, ഈ വനിതാ എം പിയോട് ചെയ്തത് എന്തായാലും അതേക്കുറിച്ചാണ് അവർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അവരെ പാർലമെന്റ് അംഗത്വം, അവരുടെ MP സ്ഥാനം റദ്ദാക്കി. ചോദ്യം ചോദിക്കാൻ പൈസ വാങ്ങിയെന്ന പേര് കേസുണ്ടാക്കിയതിൻ്റെ അവർ തിരിച്ചു വന്നു. പണ്ട് കൗരവസഭയിൽ ദുശാസനൻ പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചു കീറിയപ്പോൾ പാഞ്ചാലി എടുത്ത ശപഥം പോലെയാണ് അവർ തിരിച്ചു വന്നിട്ട് അവർ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അവരെന്താ പറഞ്ഞത്? ഐ ലോസ്റ്റ് മൈ മെമ്പർഷിപ്പ്. എൻ്റെ ലോക്സഭാ അംഗത്വം നിങ്ങൾ റദ്ദാക്കി കഴിഞ്ഞ പാർലമെന്റിന്റെ അവസാന നാളുകളിൽ. ഐ ലോസ്റ്റ് മൈ ഹോം. എനിക്കെൻ്റെ വീട് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ യൂട്രസ്. ഞാനൊരു ശാരീരിക പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യൽ ഓപ്പറേഷൻ്റെ ഘട്ടത്തിലേക്ക് ആശുപത്രിയിൽ പോകുന്ന കാലയളവിലാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്. മനസ്സിലാക്കണം, നാരീശക്തിയെപ്പറ്റി 101 തവണ സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇത് ചെയ്തത് എന്നവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞങ്ങൾ പറയുന്നില്ല, അവർ പറഞ്ഞതാണ്. പിന്നെ ഞാൻ തിരിച്ച് ലോക്സഭയിൽ വരാതിരിക്കാൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ ബംഗാളിലെ, പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ ലോക്സഭയിൽ വന്ന് കാമ്പയിൻ നടത്തി. മഹുവ മൊയ്ത്ര തിരിച്ച് പാർലമെന്റിൽ വരാൻ പാടില്ല. ലോക്സഭയിൽ വന്നാൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ 2 തവണ ഒരു പ്രധാനമന്ത്രി 2 തവണ ഒരു മണ്ഡലത്തിൽ പോയി പ്രചാരണം നടത്തണമെങ്കിൽ രാജ്യം മുഴുവൻ പോകുന്ന പ്രധാനമന്ത്രിയാണ്. ആലോചിക്കണം, പ്രചാരണത്തിന് 2 തവണയാണ് കൃഷ്ണനഗറിൽ പോയിട്ട് മഹുവ മൊയ്ത്രയ്ക്കെതിരെ നരേന്ദ്രമോദി കാമ്പയിൻ നടത്തിയത്. പക്ഷേ മഹുവ മൊയ്ത്ര വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പാർലമെന്റിൽ, ലോക്സഭയിൽ വന്നിട്ട് ചെയ്ത പ്രസംഗങ്ങൾ. അപ്പോൾ എൻ്റെ യൂട്രസ് പോയി, എൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന സമയത്താണ് എന്നെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നത്. ഞാനൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ, ഒരു ട്രോമായിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീയോടാണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കണം. നാരി ശക്തിയെ പറ്റി പറയുന്നത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, അത് പറഞ്ഞത് അവസാനിപ്പിക്കാം. നിങ്ങൾ ചേർത്ത് ഒത്തിരി പറഞ്ഞല്ലോ. ഇനി ഒരു കാര്യമുണ്ട്. മഹുവ മൊയ്ത്ര സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന് സ്കൂട്ട് ചെയ്യാൻ നോക്കി പാർലമെന്റിൽ നിന്ന്. അപ്പം മഹുവ മൊയ്ത്ര പറഞ്ഞു, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പേടിച്ചൊന്നും ഓടിപ്പോകരുതേ,
അവിടെ എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലാക്കണം. അതായത് നിങ്ങൾ പേടിച്ച് പോകാതെ എന്തിനാണ് നിങ്ങൾ വനിതാ സംവരണ പാസ്സാക്കിയത്? നാരീശക്തി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു വനിതയെ രാഷ്ട്രപതിയാക്കിയത്? ആ വനിത രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു, അതും ദ്രൗപദിയാണ്. ദളിത് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന ഒരാളെ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി. ഇത് കേൾക്കണം എന്നൊരർത്ഥം അതിനകത്തുണ്ട്. ആലോചിക്കണം. അപ്പം അവർ പറഞ്ഞു, മൊയ്ത്ര പറഞ്ഞ എന്താണ്? താങ്കൾ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾ ചേർത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ ലോക്സഭയിലെ താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇലക്ഷൻ കാലത്തും പറഞ്ഞു. എം ഫോർ മുസൽമാൻ, എം ഫോർ മുല്ല, എം ഫോർ മദ്രസ, എം ഫോർ മുഗൾ, എം ഫോർ മട്ടൻ, എം ഫോർ മച്ച്ലി, എം ഫോർ മംഗൾസൂത്ര. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും എം ഫോർ മണിപ്പൂർ എന്ന് പറഞ്ഞില്ല നിങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിലോ ലോക്സഭയിലോ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട്. എന്താ മണിപ്പൂരിനെ പറ്റി മിണ്ടാത്തത്? എന്താ മണിപ്പൂരിൽ നടന്നത്? നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അത് കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അതാണ് അവർ ചോദിച്ചത്. ഈ ഒരു അവസ്ഥയിൽ അവരുടെ സ്പീച്ചിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നു, മൊയ്ത്ര പറയുന്നത്, രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്തിട്ട്, രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്പീച്ചിന് കുട്ടിത്തം മാറാത്ത ഒരു പാലുപൊടി മാറാത്ത ഒരുത്തൻ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ മോദി പരിഹസിച്ചല്ലോ. അതിനുള്ള മറുപടി ഈ പ്രസംഗത്തിലുണ്ട്. അതിനുശേഷം സംസാരിച്ച മൊയ്ത്രയുടെ ഈ സ്പീച്ചിലുണ്ട്. അതായത് ദ ഫ്രീഡം ഓഫ് നോട്ട് ഫിയറിങ്. നമ്മൾ ടാഗോറിന്റെ പഴയ ആ കവിത ഓർക്കുക. ഭയപ്പെടാൻ പേടിക്കാൻ ഒന്നുമില്ലാത്ത ഒരു കവിതയുണ്ട്. അതേപോലെ ബംഗാളിൽ നിന്ന് വന്ന മൊയ്ത്ര എന്ന ധീര വനിത, ദ ഫ്രീഡം ഓഫ് നോട്ട് ഫിയറിങ് യു. നിങ്ങളെ ഭയപ്പെടാതിരിക്കാനുള്ള ഫ്രീഡം ഇപ്പം എനിക്കുണ്ട്. കഴിഞ്ഞ തവണ എന്നെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചില്ല. ലാസ്റ്റ് ലോക്സഭാ സെഷനിൽ, പാർലമെന്റിൽ ഞാൻ നിശബ്ദയായിട്ടിരിക്കേണ്ടി വന്നു. ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. അതാണ് പറയുന്നത്, ദ ഫ്രീഡം ഓഫ് നോട്ട് ഫിയറിങ് യു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, നിങ്ങളെ ഭയപ്പെടേണ്ടതില്ല എന്ന സ്വാതന്ത്ര്യം എനിക്കിപ്പോഴുണ്ട്. ഐ ഡോണ്ട് ഫിയർ യു. ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല. യുവർ ഏജൻസീസ്, ഏത് ED, KD, CD, CBI തുടങ്ങിയ കുറെ രാഷ്ട്രീയ പ്രതിയോഗികളെ പിടിച്ച് ജയിലിടാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഐ ഡോണ്ട് ഫിയർ യുവർ ഏജൻസീസ് ആൻഡ് യുവർ ഗോഡി മീഡിയ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു മീഡിയ ഉണ്ടല്ലോ, ഇവിടുത്തെ ചാനലുകൾ, ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഗോഡി മീഡിയ. ഞാനതിനെ ഭയപ്പെടുന്നില്ല. ഐ വിൽ സീ ദ എൻഡ് ഓഫ് യു. നിങ്ങളുടെ അവസാനം ഞാൻ ഉറപ്പിച്ചിരിക്കും. ഒരു MP പാർലമെന്റിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, പാഞ്ചാലി ദ്രൗപദി പണ്ട് കൗരവ സദസ്സിൽ മുടിയഴിച്ചിട്ട് ചെയ്ത ശപഥം പോലെ അതിന് സമാനമാണ് മൊയ്ത്രയുടെ ഈ വാക്കുകൾ. അപ്പോൾ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ നാരീശക്തി പറഞ്ഞു നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു സ്ത്രീയെ എന്ത് ചെയ്തു, ഒരു പാർലമെന്റ് അംഗത്തെ എന്ത് ചെയ്തു, ലോക്സഭാംഗത്തെ എന്ത് ചെയ്തു എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇനി കാണാം, നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കും.